പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം ഈ പറയുന്ന കൂട്ടത്തിൽ ഈ വലിയ നടന്മാരെക്കുറിച്ച് വലിയ നടികൾ ആരെങ്കിലും പരാതി പറയുന്നുണ്ടോ? എന്തൊന്നും നടക്കുന്നില്ലേ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു നടി വന്നിട്ട് രണ്ടാമത്തെ ഒരു പടത്തിൽ ആ നടൻ്റെ രണ്ടാമത്തെ ഒരു പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം അവൾ ഇതിനൊന്നും വിധേയമായിട്ടില്ല എന്നുള്ളത്. അത് ഉറപ്പ്. എല്ലാ നടന്മാരുടെയും ഞാൻ ഒരു നടനെയും വെക്കില്ല. കാരണം എന്താ പറയുക, ഒരു നടനും ഇവിടെ പരിശുദ്ധനായിട്ടില്ല എന്ന് അതെനിക്ക് പറയാൻ കഴിയുന്നുള്ളതാണത്. പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അത് അവർ പോയി ബലാത്സംഗം ചെയ്തിട്ടൊന്നല്ല. അവർ ചോദിച്ചില്ലെങ്കിലും അവരെടുത്ത് വരും. കാരണം പടം കിട്ടണം. അവർ തുടർച്ചയായി ഒരു നടനൊപ്പം പടം ചെയ്താൽ നമുക്കത് ഉറപ്പിച്ച ധൈര്യം, ഒരു സംശയമില്ല. ഇപ്പോൾ ചില ജോഡികളുണ്ട്. ഇപ്പോൾ നസീറിൻ്റെ ശൈലിനും വരെ എന്താ, അവർ ഒരുമിച്ച് ജോഡിയായിരുന്നില്ലേ? അവർ തെറ്റിയപ്പോൾ നസീർ സാറ് വേറെ ജോഡിയെ കൊണ്ടുവന്നില്ലേ? മറ്റേ നായിക വേറെ നായനെ കൊണ്ടുവന്നില്ലേ? അത് വിജയിച്ചോ പരാജയപ്പെട്ടോ പിന്നത്തെ കാര്യം. അപ്പോൾ പ്രതികാരം വരുമ്പോൾ എങ്ങനെയാണെന്ന് ആലോചിക്കണം. നമ്മളിത് പറയുമ്പോൾ അതേ സ്ഥാനത്ത് എനിക്ക് ചില നടികളെ അറിയാം, ദേഹത്ത് തൊടാൻ സമ്മതിക്കില്ല എന്നാലോചിക്കണം. എന്നിട്ട് ആ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ സഹോദരിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു എന്നാലോചിക്കണം. കല്യാണം കഴിച്ചിട്ടില്ല. അതേ നടി കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്താൻ നിൽക്കുന്നതായിരിക്കണം. അതേ നടി കമലഹാസൻ്റെ കൂടെ അഭിനയിക്കാൻ പോയി എന്നാലോചിക്കണം. കമലഹാസനെ എപ്പോഴും ചുംബന രംഗം കമലഹാസന് മസ്റ്റാണെന്ന് ആലോചിക്കണം. നടി സമ്മതിച്ചില്ല എന്നാലോചിക്കണം. ആ ദേഷ്യത്തിന് അടി കൊടുക്കുന്ന സീൻ ഉണ്ടെന്ന് പറയും, പിന്നെ അഭിനയിച്ചില്ല വരുന്നതായിരിക്കണം. ഇങ്ങനെയും കുറേ ക്യാരക്ടറുള്ള നടികൾ നമുക്കുണ്ട്. അതായത് ഞാൻ ജോലി ചെയ്യാൻ വന്നിട്ടുള്ള ശരീരം വെക്കാൻ വന്നിട്ടുള്ള അല്ല, എനിക്ക് തരുന്ന എൻ്റെ അഭിനയത്തിനുള്ളത്. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം നടികൾ കാണിക്കട്ടെ. കാരണം അതുകൊണ്ടാണ് നമുക്ക് മോശം അഭിപ്രായം ഉണ്ടാകുന്നത്. നമ്മളൊരു ജോലിക്കാണ് പോകുന്നത്. സിനിമ ഒരു ജോലിയാണ്. കാരണം ഇവിടുത്തെ ജോലിയുടെ കണക്കും പ്രതിഫലം തീരുമാനിക്കണം നിങ്ങളാണെന്ന് ആലോചിക്കണം. വേറൊരു ജോലിക്ക് അതില്ല. തീർച്ചയായും ഇന്നൊരിടം ഹിറ്റായാൽ 2 കോടി മേടിക്കണം, മമ്മൂട്ടിയാ 3 കോടി എടുക്കണമെങ്കിൽ 4-5 കോടി മേടിക്കും, നടികളും മേടിക്കും. ഈ താങ്കൾ പറഞ്ഞ നടിമാരുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ആളുകളുണ്ടോ? നല്ല ആളുകളുണ്ട്, ഇങ്ങനെ സമ്മതിക്കുന്ന. പക്ഷെ നടന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഇല്ലെന്നുള്ളതാണ്. അങ്ങനെ നല്ലതെന്ന് പറഞ്ഞാലേ, ഒന്നാമത് സെക്സ് ഒരു മോശമുള്ള കാര്യമല്ല. ആണോ? സെക്സ് മോശം എന്ന് പറയില്ല. നമ്മൾ സെക്സിൻ്റെ വൈകൃതങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെതായ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അല്ല, അതിനെ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോഴല്ലേ ഈ ചാൻസ് നൽകാം, അല്ലെങ്കിൽ ഈ കാരണം നിങ്ങളൊരു ജോലി കിട്ടുന്നത്, നമ്മുടെ ഒരു ജോലി കിട്ടാൻ എത്ര ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഒരു അഡ്മിഷനുകൾ എത്ര ലക്ഷം കൂടി. ഇപ്പോൾ എനിക്കറിയാവുന്ന ഇവിടുന്ന് നമ്മുടെ കേരളം വിട്ട് മംഗലാപുരത്തൊരു മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷന് 1 കോടിയിൽ കൂടെ രൂപ മേടിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. ഇത് നേരായ മാർഗത്തിലുള്ളതാണോ? അല്ല. അതായത് മെഡിസിൻ പഠിക്കാൻ 1 കോടി രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1 കോടി കൊടുക്കുന്നുണ്ടാവില്ല. സ്നേഹപൂർവ്വം സന്തോഷം പങ്കിടുക എന്നാലോചിക്കണം. ആ സന്തോഷം പങ്കിടുമ്പോൾ അടുത്ത പടം കൊടുക്കുന്നു. അത് നിലനിർത്താൻ വേണ്ടിയിട്ട്, ആ സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ പിന്നെ ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്ത് കുളിര്.